എന്റെ യജ്ഞം അതിന്റെ പരിസമാപ്തിയോടെ അടുക്കുംതോറും വിഘ്നങ്ങൾ തുടരെ ഉണ്ടാവുകയാണല്ലോ മൂർത്തികളെ. എന്റെ യാഗത്തിന് വിഘ്നം വിതയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടെ പിടിക്കുന്നത് ദൈവിക ശക്തികളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ പ്രഭാവം ഇല്ലാതാക്കാൻ എനിക്കറിയാം. എത്രയും വേഗം ആ ഊമ പെണ്ണിനെ തീർത്തേ പറ്റൂ. അവളുടെ പ്രാർത്ഥന കൊണ്ടാ ആ ബാലികയെ എനിക്ക് കിട്ടാതെ പോകുന്നത്. എന്താ രണ്ടുപേരും കൂടി? ഘോരയുടെ ഒരു സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പോ. എന്താ കാര്യം? അത് നമ്മളെ സാമ്പത്തികമായി സഹായിക്കുന്ന തമ്പി സാറില്ലേ, അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ എന്താണ് വേണ്ടത്? അവരുടെ ഈ വരവ് നമുക്ക് ദോഷമായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഘോര. അവര് വരുന്നത് കൊണ്ട് നമുക്കെന്താണ് ദോഷം? ആ സ്ത്രീ മകനെയും കൂട്ടി വരുന്നത് ദേവൂട്ടിയെ കാണാനാണ്. ദേവൂട്ടിയോട് അവന് കടുത്ത പ്രണയമാണ് പോലും. അവന്റെ പേരെന്തായിരുന്നു? സന്ദീപ്. അല്ല, കുറച്ചുനാൾ മുമ്പ് അവനിവിടെ ഉണ്ടായിരുന്നു. അവര് വന്ന് ദേവൂട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഈ ബന്ധം നടത്തിക്കൊടുത്ത? ഇല്ല, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ പെണ്ണ് നിനക്കുള്ളതാ. നിന്നെപ്പോലൊരാൾ അവളെ സ്വന്തമാക്കുന്നതോടെ അവൾക്ക് കിട്ടുന്ന ദൈവീകമായ സഹായങ്ങൾ നിലയ്ക്കും. അവൾ നിന്റേതാകുന്നതോടെ അവളും നമ്മുടെ പക്ഷത്താവും. ആ ബാലികയെ നമ്മുടെ ബലിപീഠത്തിലെത്തിക്കാൻ അവളായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ അതെങ്ങനെ സാധ്യമാവും? അവളിപ്പോഴും എന്നോടൊരു അടുപ്പം കാണിക്കുന്നില്ലല്ലോ. ഞാൻ മാറ്റിത്തരാം. അവൾ നിന്റെ സ്വന്തമാകുന്നതോടെ പ്രേമ നൈരാശ്യമൂത്ത് ആ ചെറുപ്പക്കാരൻ വല്ല കൊക്കയിലോ സൗവർണികയിലോ ചാടി ആത്മഹത്യ ചെയ്യും. അതോടെ അവന്റെ അമ്മ ഭ്രാന്ത് പിടിച്ച് ഇവിടത്തെ തെരുവുകളിലൂടെ അലഞ്ഞ് തിരിഞ്ഞു നടക്കും. എന്താ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഘോര പറഞ്ഞ അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എന്താവാ ഒരു പക്ഷേ? അല്ല, അവളെ സ്വന്തമാക്കുന്നത് നല്ല കാര്യം. പക്ഷേ അതോടുകൂടി അവളുടെ ദൈവാധീനം പോയി കിട്ടുമെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഒരു പ്രയോജനം? ജോത്സ്യർ എന്നോട് പറഞ്ഞത് അവളെ സ്വന്തമാക്കാൻ പറ്റിയാൽ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൈവരുമെന്ന. പക്ഷേ ഇപ്പോ ഘോര പറയുന്നത് ജോത്സ്യർ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അവളെ സ്വന്തമാക്കിയാൽ നിനക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. പക്ഷേ അതിന് അവൾക്ക് ദൈവികത വേണമെന്നില്ലല്ലോ. ക്ഷമിക്കണം, ഘോര പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നീ തന്നെ ഇവന് പറഞ്ഞു കൊടുക്ക്. ജോത്സ്യർ പറഞ്ഞത് ശരിയാകാൻ പോകുന്നത് മറ്റൊരു തരത്തിലാ. ആ പെണ്ണിനെ വെച്ച് നിനക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം. അതെങ്ങനെ? അവളെ വെച്ച് നമ്മള് കാശുണ്ടാക്കും. തുളസിക്കതിർ പോലെ പരിശുദ്ധയായ നാട്ടിൻ പുറത്തുകാരി പെണ്ണുങ്ങൾക്ക് ഇപ്പോ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാ. കോടീശ്വരന്മാർ പണച്ചാക്കുമായി ക്യൂ നിൽക്കും. അവളെ മറയാക്കി ആ തണലിൽ നിനക്ക് കോടീശ്വരനാകാം. ഇപ്പൊ മനസ്സിലായോ? അതെ, അവളെ പോലെ ഒരു അനഘാത പുഷ്പം നിന്റെ ഒപ്പമുണ്ടെങ്കിൽ ജോത്സ്യർ പറഞ്ഞതുപോലെ സർവ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാകും. എന്താ ഗഹ, നിനക്കിപ്പോ ചിത്രം തെളിഞ്ഞില്ലേ? അങ്ങനെയെങ്കിലും അങ്ങനെ. പേരിനൊരു ഭാര്യ പദവി. അതെ, കാശും പ്രതാപവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിനുള്ള നല്ല പെൺകുട്ടികളെ കിട്ടില്ലേ?
ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്ന് ആ തമ്പിയെ വിളിച്ചറിയിച്ചോളൂ. ദേവുട്ടിയെ കാണാൻ വരുന്നവർ ജീവനോടെ ഇവിടുന്ന് തിരിച്ചു പോവില്ല.